80കൾ കീഴടക്കി വാണിരുന്ന ഒരു താരറാണിയായിരുന്നു റാണി പത്മിനി. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിൽ ഒരേ രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലും ഗ്ലാമർ വേഷങ്ങളിലും താരം തിളങ്ങിയിരുന്നു. മികച്ച അഭിനയ ശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും കുറഞ്ഞ കാലയളവിൽ തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഹരമായി മാറാൻ താരത്തിന് സാധിച്ചു. നിരവധി ചിത്രങ്ങളിലാണ് താരം തന്റെ പ്രതിഭ തെളിയിച്ചത്. എന്നാൽ അതൊന്നും അധിക നാള് നീണ്ടു നിന്നില്ല. മലയാള സിനിമ അതിന്റെ സുവർണ കാലത്തെ വരവേൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു സമാനതകളില്ലാത്ത രീതിയിൽ വലിയ ദുരന്തമായി റാണി പത്മിനിയുടെയും അവരുടെ അമ്മയുടെയും ക്രൂര കൊലപാതകം അരങ്ങേറുന്നത്. ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു കൊലപാതകം. മദ്രാസിലെ അണ്ണാ നഗറിലാണ് റാണി പത്മിനി ജനിച്ചത്. റാണിയുടെ അമ്മ ഇന്ദിരയുടെ സിനിമാ മോഹമാണ് മകളെയും സിനിമയിൽ എത്തിക്കുന്നത്. തനിക്ക് നേടാൻ സാധിക്കാത്തത് മകൾ നേടണമെന്ന് അവർ ആഗ്രഹിച്ചു. ഹിന്ദി സിനിമയിൽ നായികയാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അമ്മയും മകളും മദ്രാസിലെത്തി. അണ്ണാ നഗറിലെ 18ാം നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനി വാടകയ്ക്കെടുത്തു. പിന്നാലെ 3 ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇവർ പത്രത്തിൽ ഒരു പരസ്യം നൽകി. ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ ആ കറുത്ത ദിനങ്ങൾ ആരംഭിച്ചത്. പത്മിനിയുടെ പത്രപരസ്യം കണ്ട് 3 പേര് ജോലിക്കും എത്തിയിരുന്നു. വാച്ച്മാൻ, അടുക്കളക്കാരൻ, ഡ്രൈവർ എന്നീ തസ്തികകളിലേക്കായിരുന്നു അവർ ആളെ തേടിയിരുന്നത്. പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജബരാജ് എന്നൊരാളും എത്തി. ഇയാൾക്ക് ജോലി ലഭിച്ച് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ജോലി നോക്കാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി. കാർ മോഷണ കേസിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു കുറ്റവാളിയായിരുന്നു ലക്ഷ്മി നരസിംഹൻ. ജബരാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു. ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനായി എത്തി. അണ്ണാ നഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. 1981 കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ നടി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു. പക്ഷെ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നാലെ മുൻനിര താരങ്ങൾ അണിനിരന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണി പത്മിനിയുടെ തലവര മാറ്റുന്നത്. താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താമസിച്ചിരുന്ന വാടക വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു. അതിനായി വീട് തരപ്പെടുത്തി തന്ന പ്രസാദ് എന്നയാളുമായി റാണി പത്മിനി ബന്ധപ്പെട്ടു. വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ഇത് മനസ്സിലാക്കിയ ജബരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു. ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയെയും മകളെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടു. പദ്ധതി നടപ്പാക്കാൻ വാച്ച്മാനെയും പാചകക്കാരനെയും ഇയാൾ ഒപ്പം കൂട്ടി. 1986 ഒക്ടോബർ 15 രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും കൊല്ലപ്പെട്ടത്. രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്ന റാണി പത്മിനിയും അമ്മയും അന്ന് രാത്രിയും നന്നായി മദ്യപിച്ചു. ഇടയ്ക്ക് റാണി പത്മിനി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ജബരാജ് ഇന്ദിരയെ കുത്തിവീഴ്ത്തി. അമ്മയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ റാണി പത്മിനി കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെ മൂവരും ആക്രമിച്ചു. നടി അതിക്രൂരമായ റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. നടിയുടെ മാറിടത്തിൽ 12 തവണ കുത്തേറ്റിരുന്നു. ഇത്ര വലിയ നടിയായിരുന്നിട്ടും അവരുടെ മരണം പുറംലോകം അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം. നടിയുടെ മരണമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി പത്മിനിയുടെ വീട്ടിലെത്തി. ബെല്ലടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെയാണ് പ്രസാദ് മടങ്ങിപ്പോകാൻ ആരംഭിച്ചത്. ഇതിനിടെയാണ് വല്ലാത്തൊരു ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ട പ്രസാദാണ് കുളിമുറിയിൽ ജീർണിച്ച നിലയിൽ 2 ശവശരീരം കാണുന്നത്. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു നടിയുടെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് പോലും ലഭിച്ചില്ല. ശേഷം പോലീസിന്റെ ഭീഷണിയിൽ ഒരു കാറിന്റെ ഡിക്കിയിലാണ് മൃതദേഹം പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയത്. ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞതിനാൽ നടിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. ഒടുവിൽ ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ സംസ്കരിക്കുകയായിരുന്നു. പിന്നീട് റാണി പത്മിനിയെ കൊന്ന പ്രതികൾ പിടിയിലുമായി. വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി ഇത് ജീവപര്യന്തമാക്കി കുറച്ചു.